ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു റൈസ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. പുലാവ് തയ്യാറാക്കിയെടുക്കുന്നതിന് എപ്പോഴും നല്ലത് ബസ്മതി റൈസാണ്. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ബസ്മതി റൈസ് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇതുപോലെ കുതിർത്തി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിതൊന്ന് നെടുകെ കീറിയിട്ടിട്ടുള്ളതാണ്, ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുറച്ച് പുതിനയില, കൂടുതൽ അളവിൽ വേണ്ട. കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തൽ പോലെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇത്തിരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അളവിൽ മല്ലിയില. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കൊരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് അരക്കാം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പുലാവ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അത് നല്ലതുപോലെ ചൂടാക്കി എടുക്കുക, ഫ്ലെയിം ഓൺ ചെയ്തിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോഴും ബട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുലാവിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോകും. ഇനി ഇതിലോട്ട് ഒരു ബേ ലീഫ്, ഒരു 2 കറുവപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 2 നുള്ളു മാത്രം വലിയ ജീരകം, ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി, ഒരു 7-8 എണ്ണമൊക്കെ മതി കേട്ടോ. കുരുമുളക് കൂടി ചേർത്തതിന് ശേഷം ഒന്നങ്ങ് ജസ്റ്റ് മുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം മാത്രം മതി. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു ഇത്തിരി ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് സവാളയെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുന്ന പാകത്തിൽ. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി മാത്രം തക്കാളി, അപ്പോൾ ഒരു വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം പോലും വേണ്ട, ചെറിയൊരു ടേസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ്, പച്ചക്കറികളൊന്നും കൂടുതൽ വേണ്ട, വളരെ കുറഞ്ഞ അളവിൽ മതി. കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ച ഗ്രീൻ പീസാണ്, അതായത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ ചേർക്കുന്നതാണെങ്കിൽ വേവിച്ച് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പനീർ ചേർക്കാം, ബീൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലൊക്കെ കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ പച്ചക്കറികൾ ചേർത്ത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോട്ടേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളർ വേണ്ടാന്നാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വേറെ മസാലപ്പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് 2 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് മുഴുവനായിട്ട് ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം അത്യാവശ്യം കുറച്ചൊന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സമയം ചെയ്യേണ്ട, അരിയൊന്നും ഉടഞ്ഞു പോകുന്ന രീതിയിൽ ചെയ്യരുത്. ജസ്റ്റ് 1 മിനിറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് എന്നുള്ള കണക്കിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗത്തിൻ്റെ മാത്രം ജ്യൂസ് എടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് ഒരിത്തിരി കയറി നിൽക്കുന്ന പാകത്തിൽ വേണം എപ്പോഴും റെഡിയാക്കിയെടുക്കാൻ.
ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഒരു വിസിൽ മാത്രം, ജസ്റ്റ് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് ജസ്റ്റ് കുക്കർ എടുത്ത് മാറ്റുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം തുറക്കണം. അപ്പോഴാണ് വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് വേവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അടച്ച് കുറച്ച് സമയം കൂടി ഇങ്ങനെ ദമ്മിൽ വെക്കുന്നത് പോലെ വെക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒരു വിസിലടിച്ചിട്ട് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് തുറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും. ശരിക്കും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റൈസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചിട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഗരം മസാല പൗഡറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് തൈരോ അതല്ലെങ്കിൽ ഒരു ഇത്തിരി അച്ചാറോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.